ബാക്കി 50,000. 50,000? എന്ത് 50,000? വെറുതെ കളിക്കരുത്. പണി ചെയ്യിച്ചിട്ട് ഭരതനെ പറ്റിക്കരുത്. ഭരതൻ പെശകാണ്. കളിപ്പിക്കാൻ കോപ്പൊന്നുമല്ല ആശാനെ. പണി ചെയ്താലല്ലേ കാശ് തരാൻ പറ്റൂ. ഞങ്ങൾ പറഞ്ഞ പാർട്ടി ഇന്നത്തെ ട്രെയിനിൽ വന്നിട്ടില്ല. നാളെ വരത്തുള്ളൂ. പിന്നെ ഞാൻ തല്ലിയത് ഞങ്ങൾ പറഞ്ഞ ആളിനെയല്ല. നിനക്കൊക്കെ ഇത് നേരത്തെ ഒന്ന് പറയാൻ പറ്റാത്തടാ. നിന്റെയൊക്കെ തെറ്റുകൊണ്ട് തുലഞ്ഞത് ഏതോ ഒരു പാവത്തിന്റെ ജീവനാ. അത് തിരിച്ചു കൊടുക്കാൻ നിന്റെയൊക്കെ കാശിന് കഴിയൂടാ. എടുക്കണ ബാക്കി 50,000 രൂപ. ആ പാവത്തിന് ജീവനുണ്ടെങ്കിൽ ആ കാശ് മരുന്ന് വാങ്ങാനെങ്കിലും ഇങ്ങോട്ട് കൊടുക്കണം. എടുക്കണം. ഓട്ടാശാനെ തെറ്റാർക്കാലും ഇല്ല, പറ്റില്ല. ഭരതന് പറ്റാൻ പാടില്ല. ഗുണ്ടാപ്പണിക്ക് വേണ്ടി തെണ്ടി നടന്ന് ഗുണ്ടയായവനല്ലേ ഭരതൻ. ഒരു പാവം മനുഷ്യന്റെ ചോര ഈ കയ്യിൽ വീണെങ്കിൽ ഭരതൻ അതിനുവേണ്ടി അനുഭവിക്കണം. ധൈര്യമുണ്ട് ആരുടെയും മുമ്പിൽ ചെന്ന് തെറ്റിയെന്ന് പറയാൻ. കൊടികുത്തി വാഴുന്ന ഈ ഭരതൻ CI രവീന്ദ്രന്റെ മുമ്പിൽ ചെന്ന് കുറ്റമേൽക്കും. ഞങ്ങൾ പറയുന്നത് കേക്ക്. വേണ്ട ഭരത. ആ CI രവീന്ദ്രനെ നിനക്ക് അറിയാലോ. വെറുതെ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട. വേണം. എങ്കിലേ ഈ പാവം കഴുകിക്കളയാൻ പറ്റൂ. ഈ ഭരതന് ഇടിയും തൊഴിയും ഒന്നും ഒരു പ്രശ്നമല്ല. മനസ്സാക്ഷി അതാ വലുത്. ഇനി നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയുണ്ട്. എങ്കിലും അപകടം മാറിയെന്ന ഡോക്ടർ പറഞ്ഞത്. മാഷേ, മാഷേ, ഭരതൻ അവൻ കുറ്റമേറ്റു. ആളെ തെറ്റി ചെയ്തു എന്നാ എന്നോട് അവൻ പറഞ്ഞത്. ഞാൻ പോലീസുകാരെ വിടാം. മാഷ് പരാതി പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ആരോടും പരാതിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കേസെടുത്ത് നടത്താനുള്ള സമയവും പണവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അയാളോട് പറഞ്ഞേക്കൂ ഞാൻ ക്ഷമിച്ചെന്ന്. ആ മൂപ്പിന്ന് കേസ് കൊടുക്കാത്തത് നിന്റെ ഭാഗ്യം. പിന്നെ സൂക്ഷിച്ചും കണ്ടും നടന്നോണം. എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ചാത്തൻ കോളനി വെടിവെപ്പുണ്ടായാലും ശരി, നിന്നെ ഞാൻ പൊക്കും. ഓക്കെ. നിക്ക്. പേടിയാണെങ്കിലും നീ ആള് കൊള്ളാം. തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പം കുറ്റമേൽക്കാനുള്ള ആ ചങ്കൂറ്റം അതെനിക്ക് പിടിച്ചു. അല്ല ഭരത, വല്ല കാര്യം ഉണ്ടായിരുന്നു ആ കരിമ്പുലിയുടെ വായിലേക്ക് തല വെച്ചു കൊടുക്കാൻ? തിരക്കിയോ? തിരക്കി. പെരിങ്ങോട്ടുകര പ്രൈമറി സ്കൂളിലെ ഹെഡ്മാഷാ. 3 ദിവസത്തിന് ആശുപത്രി വിടും. ആ പെണ്ണു മോളാ, ഇളയോള്, ചേച്ചിയുടെ കുട്ടിയാ കൂടെ. അതിന്റെ തള്ളി നന്ദിയ 2 കൊല്ലം മുമ്പ് കൂറ്റനാട് ബസ് അപകടത്തിന് മയ്യത്തായത്. ആ മാഷിന്റെ ഒരു ആയുസേ, അയാൾ എന്താ മരിക്കാന്? എന്റെ രാഘവ അവനിട്ട് ഒന്നും ഏശത്തില്ല. അവന്റെ സമയം നല്ലതാ. ഇല്ലെങ്കി ആ കിളവ് മാസത്തല്ലിയപ്പോ അയാള് ചത്തുകൊണ്ടല്ലോ. ചത്തില്ലെന്ന് മാത്രമല്ല കേസും വേണ്ടാന്ന് വെച്ചു. എനിക്കതല്ല മനസ്സിലാകാത്തത്. ആ CI അവനെന്തിനാ പുറത്തു വിട്ടത്? എന്തെങ്കിലും എഴുതി ചേർത്ത് അവൻ അകത്തിട്ടുള്ളായിരുന്നു. അതിന് അയാൾക്കും അവനെ പേടിയാ. പുറത്തിറങ്ങി നടക്കാൻ മേലെ. പണ്ട് കണ്ട ചാടി എണീക്കണവന്മാര് ഇപ്പൊ കാലിന്മേ കാലിട്ടാ ഇരിപ്പ്. എന്നിട്ട് കളിയാക്കി ഓരോ കുത്തുവാക്കുകളും സഹി കെട്ടു. ഏതായാലും ഞാൻ മധുര വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അതെന്തിനാ? മധുര മീനാക്ഷിയമ്മ തൊഴാനാ? അല്ലടാ, എനിക്ക് മരുതുപാണ്ടി തേവരെ ഒന്ന് കാണണം. നിനക്കറിയോ മരുതുപാണ്ടി തേവരാരാണെന്ന്? ആരാ? മരുതുപാണ്ടി തേവരെന്ന് കേട്ടാൽ ഏത് കൊലകൊമ്പനും കിടുങ്ങും.
15,000 രൂപ കൊടുത്താൽ ഒരു കാല്, 25,000 രൂപ കൊടുത്താൽ ഒരു കാലും കൈയും. എടാ അണലി, ഞാൻ 50,000 രൂപയാ കൊടുക്കാൻ പോകുന്നേ. നീ നോക്കിക്കോ, 2 കൈയും കാലും ഇല്ലാതെ നമ്മുടെ ഭരതൻ ദാദ റോഡിൽ കിടന്നതാ ഇങ്ങനെ ഇങ്ങനെ ഇഴയും. വല്ലതും തരണേ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടന്നാ നല്ലതാ. പക്ഷെ രാഘവ, ബോംബെയിൽ നിന്ന് നിന്റെ അച്ഛനിറക്കുമ്പോഴൊക്കെ മസ്താൻ വാണം പോലെ ചീറ്റി. അതോർമ്മ വേണം. അച്ഛൻ വേറെ ഞാൻ വേറെ. നീ നോക്കിക്കോ, ഇന്ന് തന്നെ ഞാൻ തേവരെ കാണും. என்ன ராகவா இது? இந்த சின்ன விஷயத்துக்கு போய் இவ்வளவு கவலைப்படுற? അല്ല, ചിന്ന വിഷയം എന്ന് പറഞ്ഞാ തേവര് വിചാരിക്കുന്ന പോലല്ല. അവൻ ആള് മഹാ കില്ലാടിയാ. என்னையா பெரிய கில்லாடி? கில்லாடியா? மாஸ்டர், நம்ம ஆளுங்க அவனை பிச்சு எடுத்து போடுவாங்க தெரியுமில? உனக்கு என்ன, அவனை தீர்த்து கட்டணும் அவ்வளவுதானே? அல்ல, இங்க வாங்கடா. என்னண்ணே? தம்பி ரொம்ப முக்கியமானவர். இவங்க அப்பா என் தோஸ்த். இவர் ஒருத்த காம்பாரு, புரியுதுல்ல? நீங்க இங்க வரும்போது உங்ககிட்ட அவன் 2 கால் இருக்கணும், உங்ககிட்ட அவன் 2 கை இருக்கணும். என்ன? சரிண்ணே. തേവരെ, അവര് മാത്രം വന്നാ പോരാ, തേവരും വരണം. நான் எதுக்குப்பா? இவங்க போதும். உனக்கு இவங்களை பத்தி தெரியாது, அதனால நீ சொல்ற. എല്ലാം തിരിയും, പക്ഷെ തേവര് വന്നേ പറ്റൂ. என்ன புரியாத ஆளா இருக்க? ஒண்ணும் கவலைப்படாத ராகவா, நான் சொல்றேன்ல. ഇടക്കൊക്കെ ഇതുപോലെ വലിയ വലിയ ബാറിൽ വന്ന് 2 എണ്ണം വീശുന്നതിന്റെ ഒരു സുഖേ. എന്റെ ഭരതം കുഞ്ഞെ, ആ ദേവശീല ഷാപ്പിലെ മുട്ടയും നാടനും അത്രയ്ക്ക് മടുത്തു. അധികം വാചം അടിക്കണ്ട, വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വിട്ടോ. ഹലോ, 2 വലുതൻ. എന്താ പറഞ്ഞത്? വലുതൻ വലുതൻ 2 എണ്ണം. ഈ പാന്റും കോട്ടും ഇട്ട് നടക്കാന്നല്ലാതെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ടൈപ്പ് അല്ല. അത് നമ്മള് ദേവസ്യല്ലേ? ഹായ്, കൊള്ളാമല്ലോ. ഒരു 2 കൂടെ പറയട്ടെ. ദേ, ഈ സാറന്മാർക്ക് ഒരു 2 പെഗ്ഗൂടെ. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു? நாங்க மதுரையில இருந்து வர்றோம். மருதுபாண்டி தேவர்னு கேள்விப்பட்டிருக்கியா? ഉയ്യോ, പിന്നെ അതിന് എന്നെ உன்னை தேடித்தான் வந்தோம். இல்லன்னா எதுக்கு இவ்வளவு தூரம்? എന്നെ തേടിയോ? എന്തിന്? அதான்ப்பா ஒரு ராகவன். ഓ, അത് ശരി. എത്ര രൂപ തന്നു? சும்மா 50,000 ரூபாய். வெறும் 4 பீஸ், அவ்வளவுதான். നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് 2 എണ്ണം വിട്ടിട്ട് സാറുമാര് സ്ഥലം കാലിയാക്കുന്നതാ നല്ലത്. அது எப்படி? நாங்க வந்த வேலையை முடிச்சிட்டு தான் போனோம். அதான் எங்க அண்ணன் உத்தரவு. ഓ, അപ്പടിയാ? ചെന്ന് പറയടാ നിന്റെ തേവരോട്, 50,000 അല്ല 50 ലക്ഷം വാങ്ങിയാലും ഈ ഭരതനെ ഒരു പുല്ലും ചെയ്യാനൊക്കത്തില്ലെന്ന്.
புல்லுகள் எல்லாம் எதுக்குப்பா? அது பசுமாடு தின்னுட்டுமே, நமக்கு எதுக்கு? ஏண்டா 50,000 இல்ல 50 லட்சம் ரூபாய் வாங்கினாலும் தேவரால ஒரு புல்லும் செய்ய முடியாது இல்ல? ஏண்டா எவ்வளவு திமிர் இருந்தா நீ இப்படி சொல்லியிருப்ப? இல்ல உன் உயரத்துக்கு முடிய வச்சுட்டா நீ பெரிய ரவுடியாடா? போரிக்கு பால அப்பாவி ஊர்ஜனங்களை ஏமாத்தி தின்னுட்டு இருக்க பெரிய உஸ்தாது நினைப்பாடா? தேவர் யாருன்னு உனக்கு தெரியாதுல்ல, இப்ப தெரிஞ்சுக்குவேன். ദേവരേ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പൊയ്ക്കോ. പിന്നെ കൈയും കാലും ഒക്കെ പാഴ്സലായിട്ട് അങ്ങ് അയച്ചു തന്നേക്കാം. ഇതാവുമ്പോ നീ വല്ല പട്ടാളത്തിലോ ഒറ്റോ ചേരണം. അത് വേണ്ടല്ലേ, ഉണ്ണിക്കുട്ടൻ എന്നെ പോലൊരു സ്കൂൾ മാഷായാ മതി. അത് വേണ്ടച്ചാ. എന്നിട്ട് വേണം ഇതുപോലെ ആരെങ്കിലും വന്നാൽ. അത് മാഷായന്റെ കുറ്റ. എന്താ ദേവി ഇങ്ങനെ? അച്ഛൻ കിടക്കുന്നത് കണ്ടത് ഞാൻ ഈ ഉണ്ണിക്കുട്ടനുവാ. മറക്കാൻ പറ്റില്ല ആ കാഴ്ച. എന്നിട്ടിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ കാണാൻ നോക്കുക. ജീവിതത്തിന്റെ നല്ല വശങ്ങൾ മാത്രം. തുടങ്ങി അച്ഛന്റെ വേദാന്തം. ഞാൻ പോണു. ആ, അച്ഛന് കുടിക്കാൻ കഞ്ഞിവെള്ളം എടുക്കട്ടെ. ആരാ മനസ്സിലായില്ല? അറിയില്ലെങ്കിലും മാഷിനെ ഞാൻ അറിയും. കുറച്ച് ദൂരേന്ന് വരിക. ഇരിക്കൂ മോളെ, ഒരു ചായയും കൂടെ എടുത്തോളൂ. ചായ ഒന്നും വേണ്ട മാഷേ, ഞാൻ ഉടനെ പോകും. ദൂരേന്ന് വരികയല്ലേ, എന്താ വന്ന കാര്യം? മാഷിന് ഇങ്ങനെ ഒരു അപകടം. ആരോ തെറ്റി ചെയ്തെന്നാ പറയണേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. ഒന്ന് ചോദിച്ചോട്ടെ മാഷേ? എന്താ? മാഷെ ഇങ്ങനെ ചെയ്തയാള് നേരിട്ട് മുമ്പിൽ വന്നാൽ മാഷ് എന്ത് ചെയ്യുകയാളെ? എന്ത് ചെയ്യാൻ? എന്തിനിങ്ങനെ ശിക്ഷിച്ചു എന്ന് ചോദിക്കും. രോഷം, പ്രതികാരം. അതുകൊണ്ട് എന്ത് ഫലം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? അല്ല, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വിഷമമുണ്ട്. കൊടും ക്രൂരതയാണ് കാണിച്ചതെന്ന കുറ്റബോധവുമുണ്ട്. അന്ന് രാത്രിയില് മാഷെ അടിച്ചു വീഴ്ത്തിയത് ഞാനാ, ഭരതൻ. എന്താ? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? ഈശ്വരൻ പോലും ക്ഷമിക്കില്ല. ഈ പാവം മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടൻ. പോകാൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ മനസ്സിന്റെ വിങ്ങല് മാറാൻ ഞാൻ എന്തും കേൾക്കാം, എന്തും സഹിക്കാം. എനിക്ക് തെറ്റിപ്പോയി. തെറ്റിത്രേ. നാണമില്ല ഇങ്ങനെ പറയാൻ. ഇറങ്ങിവിടുന്ന്. തന്നെ പോലെയുള്ള വൃത്തിയായിട്ട് മൃഗങ്ങള് ഈ വീട്ടിൽ കയറി അശുദ്ധമാക്കണ്ട. ദേവി, ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ. അങ്ങനെ ഒരാളെ ഈശ്വരൻ നിങ്ങൾ വെറുതെ വിടില്ല. അനുഭവിക്കും. ഇറങ്ങി പോകാൻ.
മോളെ ഇങ്ങനെ സംസാരിക്കാനല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ ഇപ്പൊ എന്നോടൊന്നും പറയരുത്. എടാ, എന്താ ഈ കാണിച്ചത്? നിർത്താൻ. എന്നോടുള്ള കോപം ആ പാവം കുട്ടിയോട് തീർക്കണ്ട. ഇത് ഞാൻ അർഹിക്കുന്നു. മാഷിന്റെ ദുർവിധിക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഈ പണമാണ്. ഇതെനിക്ക് വേണ്ട. എന്താ എന്ത് പറ്റി? വർഷാപ്പിന് ആരോ തീ വെച്ചു. സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടുപോയി. കുറയ്ക്കാതെ കാര്യം എന്താന്ന് പറ. എടോ, കേടിയാണെങ്കിൽ തന്റെ ഇടം വേണം. ഇവളുടെ വീതം ചോദിച്ചെന്ന പക നിന്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു അല്ലടാ. നേർക്ക് നേരെ വന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് പകരം ചില പേട്ട് കള്ളന്മാരെ പോലെ എന്റെ വർഷാപ്പം കത്തിച്ച് കുറെ സാധനങ്ങൾ കെട്ടോണ്ട് പോയാൽ ഞാൻ ഒന്ന് അറിയുന്നു വിചാരിച്ചോ? പെങ്ങളാണ് പൊന്നാണ് എന്നൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് നടന്നിട്ട് ദാഹവും വീട് വന്നപ്പോ പത്തുമുക്കി. ഇന്ന് വരെ എന്റെ കെട്ടിയോൻ നിങ്ങളടുത്ത് വഴക്കിന് വന്നിട്ടുണ്ടോ? ആകെ കൂടെ ചോദിച്ചത് എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ന്യായമായിട്ടുള്ള ഒരു ഭാഗ. അതിനെ തീ വെച്ചതുണ്ടല്ലോ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ശവത്തെ കുത്തുന്നത് പോലെ. സ്വന്തം പെങ്ങളോട് ഗുണ്ടാപ്പണി കാണിക്കുന്നത് വലിയ മിടുക്കൊന്നുമല്ല. വർഷോപ്പിന് തീ വെച്ചത് ഞാനാന്നാരാ പറഞ്ഞത്? ആരോ ആയിക്കോട്ടെ, നിങ്ങളോട് ചോദിച്ചില്ല. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞതെന്ന്? അണലി അണലി തോമ. എവിടെ കട്ടെടുത്ത സാധനങ്ങൾ? എനിക്കറിയാൻ മേല. അത് ഞാൻ മാത്രമല്ല, രാഘവനും വേലായോട്ട് പറഞ്ഞിട്ട് കൊമ്പൻ കൃഷ്ണ അതിന്റെ. ഇവന്മാര് പറയും ആരാ കട്ടതെന്ന്, ആരാ തീ വെച്ചതെന്ന്. ഉടപ്പിറന്നുള്ള കെട്ടിയവനെ ചതിക്കുന്ന മനസ്സ് പറഞ്ഞില്ല. സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാരെയും. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. അതെന്റെ കുറ്റമല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ആരെന്ത് വിചാരിച്ചാലും ഭരതൻ ഒരു ചുക്കുമില്ല. അമ്മ മരിച്ചപ്പോ എല്ലാം കഴിഞ്ഞു. അച്ഛൻ കൂടി മരിച്ചപ്പോ കലാശം കഴിച്ച പോലെയായി. പിന്നെ ഇരുട്ട, സർവത്ര ഇരുട്ട്. അതിലെവിടെ തപ്പിത്തടഞ്ഞു വീണാലും ഭരതനെല്ലാം ഒരുപോലെ. എനിക്കാരുടെയും വീട് വേണ്ട. അതുകൊണ്ട് ഇവളുടെ ജീവിതം തകരുകയും വേണ്ട. ഇവളുടെ പേരിൽ ഞാൻ എഴുതി വെച്ച ഇഷ്ടദാനം ചെല്ല്. എന്നിട്ട് എല്ലാവരും കൂടെ സുഖമായിട്ട് ജീവിക്കുക. ഒന്ന് നിൽക്കൂ. അച്ഛൻ ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്റെ അച്ഛന്റെ ജീവന് 1.5 ലക്ഷമല്ല വില. അച്ഛൻ എന്നോട് പറഞ്ഞു പറ്റുമെങ്കിൽ അച്ഛനെ വന്നൊന്ന് കാണാൻ.